പുതുക്കാട് നടക്കുന്ന ഇരിങ്ങാലക്കുട ഉപജില്ലാ സ്കൂൾ കലോത്സവത്തിൽ ആദിവാസി ഗോത്ര കലകളുടെ മത്സര ഇനങ്ങൾ കാണികൾക്ക് കൗതുകമായി. കഴിഞ്ഞ വർഷം മുതലാണ് കേരള സ്കൂൾ കലോത്സവത്തിൽ ആദിവാസി ഗോത്ര കലകൾ ഉൾപ്പെടുത്തിയത്. മത്സരവേദികൾക്ക് പുതിയ താളവും ആവേശവും നൽകിയാണ് ഗോത്രകലകൾ അരങ്ങേറിയത്. ഗോത്രകലകൾ സ്കൂൾ കലോത്സവത്തിന്റെ ഭാഗമാക്കണമെന്ന വർഷങ്ങളായുള്ള ആവശ്യത്തിനൊടുവിലാണ് കഴിഞ്ഞ വർഷം മുതൽ ആദിവാസി ഗോത്രങ്ങളുടെ നൃത്തരൂപങ്ങൾ മത്സരത്തിൽ ഉൾപ്പെടുത്തിയത്. മംഗലം കളി, പണിയനൃത്തം, ഇരുളനൃത്തം, പളിയനൃത്തം, മലപ്പുലയരുടെ ആട്ടം എന്നിവയാണ് മത്സര ഇനങ്ങൾ. മാവിലൻ മലവെട്ടുവൻ സമുദായത്തിന്റെ തനത് കലാരൂപമാണ് മംഗലം കളി. കല്യാണത്തിന്റെ ഭാഗമായി കളിക്കുന്ന കലാരൂപം കൂടിയാണിത്. തുടിയാണ് ഇതിൽ വാദ്യോപകരണമായി ഉപയോഗിക്കുന്നത്. തുളുവിലും മലയാളത്തിലുമുള്ള പാട്ടുകളായിരിക്കും മംഗലം കളിയിൽ ഉണ്ടാവുക. പണിയർ ഗോത്രത്തിലെ പുരുഷന്മാർ അവതരിപ്പിക്കുന്ന നൃത്തരൂപമാണ് കമ്പക്കളി, വട്ടക്കളി. കരു, പറ, ഉടുക്ക് തുടങ്ങിയ വാദ്യോപകരണങ്ങളാണ് ഇതിൽ ഉപയോഗിക്കുന്നത്. അതേസമയം നൃത്തത്തിനും സംഗീതത്തിനും തുല്യ പ്രാധാന്യമുള്ള കലാരൂപമാണ് ഇരുള നൃത്തം. തുകലുകൊണ്ടും മുളകൊണ്ടും നിർമ്മിച്ച വാദ്യങ്ങളാണ് ഇരുള നൃത്തത്തിൽ ഉപയോഗിക്കുന്നത്. തമിഴ്, കന്നഡ, മലയാളം എന്നിവ കലർന്ന ഭാഷയാണ് ഇരുള നൃത്തത്തിന്റെ പാട്ടുകളിലുള്ളത്. പളിയ ആദിവാസി ഗോത്രത്തിന്റെ പാരമ്പര്യ നൃത്തമാണ് പളിയ നൃത്തം. രോഗശമനം, മഴ എന്നിവയ്ക്ക് വേണ്ടിയാണ് പളിയ നൃത്തം അവതരിപ്പിക്കുന്നത്. സ്ത്രീ പുരുഷന്മാർ ഇടകലർന്ന് അവതരിപ്പിക്കുന്ന മലപ്പുലയ ഗോത്രവിഭാഗത്തിന്റെ നൃത്തരൂപമാണ് മലപ്പുലയരുടെ ആട്ടം. സബ് ജില്ലാ തലത്തിൽ ഈ ഇനങ്ങളിൽ പങ്കെടുക്കാൻ മത്സരാർത്ഥികൾ കുറവാണെങ്കിലും ജില്ലാ സംസ്ഥാന തലങ്ങളിൽ കടുത്ത പോരാട്ടമാണ് നടക്കുക. കഴിഞ്ഞ വർഷം മുതലാണ് ആദിവാസി ഗോത്ര വിഭാഗങ്ങളുടെ നൃത്തരൂപങ്ങൾ കേരള സ്കൂൾ കലോത്സവത്തിൽ മത്സര ഇനമായി ഉൾപ്പെടുത്തിയത്. ആദിവാസി ഗോത്ര വിഭാഗങ്ങളുടെ സംസ്കാരം അടയാളപ്പെടുത്തുന്ന ഇത്തരം കലാരൂപങ്ങൾ നമ്മുടെ പുതുതലമുറയ്ക്ക് കൗതുക കാഴ്ചയാണ്. നമ്മുടെ കുട്ടികൾ വളരട്ടെ, കലയുടെ ലഹരി നുണഞ്ഞ് കലാകാരന്മാരും കലാകാരികളുമായി. ക്യാമറാമാൻ നന്ദുവിനൊപ്പം ആൻഡോ കല്ലേരി, NCTV ന്യൂസ്, പുതുക്കാട്.